നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മുടെ സിവിൽ സർവീസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സെഷനാണ് നമ്മൾ ഈ എജുസൈൻ പ്രോഗ്രാമിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഏറെ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കേണ്ട, എങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിശ്രമിക്കേണ്ട ഒരു മേഖലയാണ് സിവിൽ സർവീസ് മേഖല എന്നത്. ഈ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ സിവിൽ സർവീസ് ടോപ്പറായിട്ടുള്ള ഒരു IRS കിട്ടാൻ വേണ്ടി പോകുന്ന കാൻഡിഡേറ്റ് വരികയും അവരുടെ ചരിത്രം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായി. 5ാമത്തെ തവണയിലാണ് അദ്ദേഹത്തിന് 700 റാങ്ക് അവർക്ക് കിട്ടുന്നത്. ആദ്യത്തെ 3 അറ്റംപ്റ്റിലും പ്രിലിംസിൽ തന്നെ അവർ ഫെയിലാവുകയും 4ാമത്തെ അറ്റംപ്റ്റിൽ അവർ ഇൻ്റർവ്യൂവിൽ ഫെയിലാവുകയും 5ാമത്തെ അറ്റംപ്റ്റിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു റാങ്കിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫെയിലിയർ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്മാറാതെ വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി അദ്ദേഹം നിലനിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു സിവിൽ സർവീസ് മേഖലയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയത്. സിവിൽ സർവീസ് മേഖലയിൽ ഉന്നത റാങ്ക് നേടിയ ആളുകളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുന്ന സമയത്ത്, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് 1, 2, 3 തവണ ഫെയിലിയർ ആവുന്ന സമയത്തും വീണ്ടും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള കോൺഫിഡൻറ്റോടുകൂടി അവർ നിലനിന്നത് കൊണ്ട് മാത്രമാണ് അവർ ഉന്നതമായിട്ടുള്ള IAS പോലത്തെ IPS പോലത്തെ റാങ്കിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ശ്രവിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഫെയിലിയർ സംഭവിച്ചതുകൊണ്ട് മാത്രം നമ്മൾ പിന്മാറാതെ നമ്മൾ വിചാരിക്കുന്ന എയിം എന്താണോ ആ എയിമിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എത്താൻ വേണ്ടി കഠിനമായിട്ടുള്ള ശ്രമവും അതേപോലെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ മേഖല എത്തിപ്പെടാൻ വേണ്ടി പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സിവിൽ സർവീസ് മേഖലയിൽ നിന്ന് ഉന്നത റാങ്ക് നേടുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മോട് സംസാരിക്കുന്നത് രാഹുൽ രാഘവൻ IAS ആണ് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുമെന്ന രൂപത്തിൽ തന്നെയാണ് രാഹുൽ രാഘവൻ സാറെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു IAS എന്നുള്ള തസ്തിക നേടുകയും അതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ തൃച്ചിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. എജുസൈന് വേണ്ടി, വെഫിക്ക് വേണ്ടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ പരിപാടി ശ്രവിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സെഷനിൽ സംസാരിക്കാൻ വേണ്ടി രാഹുൽ രാഘവൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് എവരിവൺ. എനിക്കിന്ന് ഇവിടെ സംസാരിക്കാൻ തന്ന ടോപ്പിക്ക് സിവിൽ സർവീസ് ജേണിയെ പറ്റിയാണ്, എൻ്റെ പ്രിപ്പറേഷൻ ജേണിയെ പറ്റിയാണ്. ഞാൻ എന്നെപ്പറ്റി ആദ്യം പറയാം. എൻ്റെ പേര് രാഹുൽ രാഘവൻ. എൻ്റെ വീട് ഉദുമയിലാണ്, കാസർഗോഡ്. എൻ്റെ അച്ഛൻ ഒരു റേഷൻ കട നടത്തുന്നുണ്ട്. അമ്മ നേഴ്സാണ്. ചേച്ചി ഇവിടെ ഇൻഡസ്ട്രി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് ഉദുമ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 +2 പഠിച്ചത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു, 5ാമത്തെ അറ്റംപ്റ്റിലാണ് അദ്ദേഹത്തിന് IRS കിട്ടിയതെന്നുള്ളത്. അപ്പോൾ എൻ്റെയും കഥ സിമിലറാണ്. എൻ്റെ 6ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ IAS നേടിയത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ വരെ പോയി, തോറ്റു, കിട്ടിയില്ല. 2ാമത്തെ അറ്റംപ്റ്റിൽ മെയിൻ എക്സാം എഴുതി, കിട്ടിയില്ല. 3ാമത്തെ അറ്റംപ്റ്റിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. 4ാമത്തെ അറ്റംപ്റ്റിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. 5ാമത്തെ അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ പാസ്സായി, IRS കിട്ടി, ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 6ാമത്തെ അറ്റംപ്റ്റിലാണ് IAS കിട്ടിയത്. ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്. 2025 ബാച്ച് IAS ഓഫീസറാണ് ഞാൻ. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. തമിഴ്നാട്ടിൽ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത്രയാണ് എന്നെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഇനി എക്സാമിനെ പറ്റി ഒരു ഓവർവ്യൂ പറയാം. കുറച്ച് പേരെങ്കിലും ഓൾറെഡി ഈ സിവിൽ സർവീസ് എക്സാമിൽ താല്പര്യം ഉള്ളതുകൊണ്ട് എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നോക്കിക്കാണും.
പക്ഷെ മിക്ക ആൾക്കാർക്കും ചിലപ്പം ഈ എക്സാമിൻ്റെ പാറ്റേൺ, എങ്ങനെയാണ് ഈ എക്സാം നടക്കുന്നത്, എന്തൊക്കെ സ്റ്റേജസ് ഇതിനുണ്ടെന്നുള്ള കാര്യമൊന്നും ചിലപ്പം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. 3 സ്റ്റേജാണ് സിവിൽ സർവീസ് എക്സാമിനുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ഒരു പ്രിലിമിനറി എക്സാമാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, 2 പേപ്പേഴ്സാണുള്ളത്. അപ്പോൾ അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നിങ്ങൾക്കറിയാം, ഒരു 5 ലക്ഷത്തോളം ആൾക്കാർ എല്ലാ വർഷവും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊരു 12,500 അല്ലെങ്കിൽ 13,000 ആൾക്കാർ മാത്രമാണ് ഈ പ്രിലിമിനറി പാസ്സാവുന്നത്. അത്രയും ഒരു നാരോ ഡൗൺ ആ ഒരു സ്റ്റേജിൽ നടക്കാറുണ്ട്. ആ ഒരു പ്രിലിമിനറി സ്റ്റേജിലും മേജറായിട്ട് നമ്മുടെ ഒരു സബ്ജക്റ്റിലെ ഉള്ള ഒരു അറിവാണ് ചെക്ക് ചെയ്യുക. ഡെപ്ത് അല്ല, ഒരു ബ്രെഡ്ത്ത് ഓഫ് നോളജാണ് ചെക്ക് ചെയ്യുക. നമുക്ക് പല കാര്യങ്ങൾ അറിയണം, പക്ഷെ ഒന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വെർഷൻ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സയൻസ് പഠിക്കണം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ പഠിക്കുന്ന അത്രയും ഡെപ്തിൽ സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹിസ്റ്ററി പഠിക്കണം, പക്ഷേ ഒരു ഹിസ്റ്റോറിയൻ പഠിക്കുന്ന അത്രയും ഡെപ്തിൽ ഹിസ്റ്ററി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജോഗ്രഫി പഠിക്കണം, പക്ഷേ ഒരു ജോഗ്രഫർ പഠിക്കുന്ന അത്രയും ഡെപ്തിൽ നമ്മൾ ജോഗ്രഫി പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പരന്ന നോളജാണ് ഈ പ്രിലിമിനറി സ്റ്റേജിൽ ആവശ്യമുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് മെയിൻ എക്സാം ആണ്, സിവിൽ സർവീസ് മെയിൻ എക്സാം. അതൊരു റിട്ടേൺ എക്സാമാണ്. അതിനകത്തൊരു 9 പേപ്പർ നമ്മൾക്ക് എഴുതാനുണ്ട്. ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു എക്സാമാണ്. 3 മണിക്കൂർ വെച്ച് 9 പേപ്പേഴ്സ് എഴുതി നമ്മൾ അതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് പിന്നീട് ഇൻ്റർവ്യൂവിന് വേണ്ടി ക്വാളിഫൈ ആവുന്നത്. അപ്പോൾ ഈ മെയിൻ സ്റ്റേജിൽ കുറേ കൂടെ നമ്മുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ലാണ് അവർ ചെക്ക് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ തരും, നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് സൊല്യൂഷൻ ആർട്ടിക്കുലേറ്റ് ചെയ്ത് എഴുതുന്നതിലാണ് കാര്യം. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിട്ട് വരാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. ഇപ്പം ഇന്ത്യയിൽ ചൈൽഡ് മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര മോശമാണ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുന്നു, കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ആലോചിക്കുന്നു, സൊല്യൂഷൻ എന്തൊക്കെയായിരിക്കും എന്ന് ആലോചിക്കുന്നു, അത് എഴുതി വെക്കുന്നു. ഈ ഒരു ആർട്ടിക്കുലേഷൻ സ്കില്ലിലൊക്കെയാണ് ഈ മെയിൻ എക്സാം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 13,000-ഓളം പേരാണ് മെയിൻ എക്സാം എഴുതാറ് എല്ലാ വർഷവും. അതിൽ തന്നെ ഒരു 2,500 തൊട്ട് 3,000 ആൾക്കാരെയാണ് ഇൻ്റർവ്യൂ ടെസ്റ്റിനായിട്ട് വിളിക്കാറ്. അത്രയും ഒരു നാരോ ഡൗൺ അവിടെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ 3ാമത്തെ സ്റ്റേജാണ് ഇൻ്റർവ്യൂ. ശരിക്കുള്ള അതിൻ്റെ പേര് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്, ഇൻ്റർവ്യൂ എന്നല്ല. ബേസിക്കലി ഇതൊരു ഒരു ക്വിസ് മത്സരമല്ല. നമ്മൾ പല സിനിമയിലും കാണുന്ന പോലെ ചടപടയെന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറ അങ്ങനെ ആ ഒരു ടൈപ്പ് അല്ല ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പേര്. ആ പേര് പോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് കുറേ കൂടി ടെസ്റ്റ് ചെയ്യാറ്. നമ്മുടെ ക്യാരക്ടറിനെയാണ് അവർ ടെസ്റ്റ് ചെയ്യുക. 5 പേരടങ്ങുന്ന ഒരു ബോർഡ് ഉണ്ടാവും. അപ്പം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഈ 5 പേര്. ചിലപ്പം അക്കാഡമീഷ്യൻസ് ഉണ്ടാവും, ഏതെങ്കിലും വലിയ വലിയ യൂണിവേഴ്സിറ്റീസിലെ വൈസ് ചാൻസലേഴ്സ് ഉണ്ടാവാം, പ്രൊഫസേഴ്സ് ഉണ്ടാവാം, വേണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ടാവാം, നമ്മുടെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള പല പല സെക്ടറിലുള്ള ആൾക്കാർ നമ്മുടെ എംപതി ടെസ്റ്റ് ചെയ്യും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു സിറ്റുവേഷൻ ഇട്ട് തരും. നിങ്ങളിങ്ങനെ ഒരു സാധനം ചെയ്യും, നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുവാണെന്ന് ഇമാജിൻ ചെയ്യുക, അപ്പം ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ഓഫീസിലുണ്ടാകുന്നു, നിങ്ങൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പം അതൊരു ഭയങ്കര ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 100 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേര് 100 ഉത്തരമായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല അത്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അവർ അസസ് ചെയ്യും. ഓക്കെ, ഇനി മെയിൻ എക്സാമിൽ, അതായത് റിട്ടേൺ പാർട്ടിലെ മാർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ മാർക്കും കൂട്ടിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുക. ഫൈനൽ ലിസ്റ്റിൽ മിക്കപ്പോഴും ഒരു 900 to 1000 ആൾക്കാരെയാണ് അവർ ഫൈനൽ ലിസ്റ്റിൽ പരിഗണിക്കുക. ഓക്കെ, അത്രയാണ് വാക്കൻസീസ് ഉണ്ടാവുക എല്ലാ വർഷവും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പം ജസ്റ്റ് IAS-ഉം IPS-ഉം മാത്രമല്ല, ശരിക്കും ഒരു 20ഓളം സർവീസസ് അതിനകത്ത് വരുന്നുണ്ട്. ആ 20ഓളം സർവീസസ് ആൾക്കാർക്ക് ഈ എക്സാം വഴി സെലക്ട് ചെയ്യാൻ പറ്റും. സാറ് നേരത്തെ പറഞ്ഞ IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്, അങ്ങനെ ഒരു സർവീസാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് അങ്ങനെ ഒരു സർവീസാണ്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ്, അങ്ങനെ ഒരുപാട് ഒരു 19-20ഓളം സർവീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സർവീസസിന് വേണ്ടിയിട്ട് ഒറ്റ എക്സാമാണ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോപ്പ് റാങ്കിൽ വരുന്ന ആൾക്കാരെ എപ്പോഴും എന്തായിരിക്കും ചൂസ് ചെയ്യുക? IAS-ഉം IFS-ഉം IPS ആയിരിക്കും ചൂസ് ചെയ്യുക. കാരണം അതാണ് കുറേ കൂടി
എന്താണ് ഈ ജനങ്ങളുടെ ഇടയിലോട്ടൊക്കെ ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനായിട്ട് ഉള്ളത്. ഓക്കെ, ഇത്രയാണ് എക്സാമിനെ പറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇനി എന്നോട് ഇത് സംസാരിക്കാൻ ഇൻവൈറ്റ് ചെയ്തപ്പം പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് ശരിക്കുള്ള റിയാലിറ്റി, ഈ പ്രിപ്പറേഷൻ്റെ റിയാലിറ്റിയെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. എത്രമാത്രം സ്ട്രഗിൾ ഇതിനകത്ത് വരുന്നുണ്ട്, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജ് വഴി എക്സാം നടത്തുമ്പം UPSC മെയിനായിട്ട് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് 3 ക്വാളിറ്റി നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വാളിറ്റി അവയർനെസ് ആണ്. നമ്മൾ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, പത്രം വായിക്കാറുണ്ടോ, ഈ ലോക കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി അനലിറ്റിക്കൽ സ്കില്ലാണ്. ഒരു കാര്യം നമ്മൾ മുന്നിൽ കാണുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എന്താണ് ആലോചിക്കുന്നത്. ഒരു കാര്യം നടക്കുന്നു, അത് എന്തുകൊണ്ടാണ് ആ കാര്യം നടക്കുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പഴയ കഥകൾ എന്തൊക്കെയാണ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മണിപ്പൂർ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുവാണ്, ഒരു ഇഷ്യൂ നടക്കുവാണ്, കുക്കി മേറ്റി 2 കമ്മ്യൂണിറ്റീസ് തമ്മിൽ. അപ്പോൾ അതിൻ്റെ ചരിത്രം എന്താണ്, എപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നടന്നത്, ഗവൺമെൻറ് ഇതില്ലാതാക്കാൻ വേണ്ടി, ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളെങ്ങനെ അനലൈസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആലോചിക്കുമ്പം ഈ ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം, നമ്മുടേതായ സൊല്യൂഷൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചുമ്മാ ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു അനലിറ്റിക്കൽ സ്കില്ലും ഈ എക്സാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എമ്പതിയാണ്. എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട്, സാധാരണ ജനങ്ങളോട് നമുക്കുള്ള ഒരു അനുകമ്പ, അതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എക്സാം വഴി ടെസ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ എക്സാമിനകത്ത് ഒരു പേപ്പറിൻ്റെ പേര് എത്തിക്സ് എന്നുള്ളതാണ്. എത്തിക്സ് ആണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ പേപ്പറിനകത്ത് കുറേ സിറ്റുവേഷൻ, കേസ് സ്റ്റഡി ഒക്കെ തന്നിട്ട് നമ്മൾ അതിനെങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ എഴുതി വെക്കണം. അപ്പോൾ അതുവഴിയും പേഴ്സണാലിറ്റി ടെസ്റ്റിലെ ചില ക്വസ്റ്റ്യൻസ് വഴിയും നമ്മുടെ എമ്പതിയും അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 ക്വാളിറ്റിയാണ് ഒരു മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അവയർനെസ്, അനലിറ്റിക്കൽ സ്കില്ലും എമ്പതിയും. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ജേർണിയിലോട്ട് വരുവാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, 1 വർഷം ഒരു എക്സാം മാത്രമാണ് ഇത് UPSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പ്രിലിമിനറി എക്സാം എല്ലാ വർഷവും മെയ് മാസം അവസാനത്തെ സൺഡേ ആണ് ഉണ്ടാവാറ്. അപ്പം ഇപ്പോൾ ഈ വർഷത്തെ അടുത്ത മാസം നടക്കാൻ പോവാണ്, മെയ് മാസം അവസാനത്തെ സൺഡേ. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം, അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് മെയിൻ എക്സാം നടക്കാറ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. അതും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇൻ്റർവ്യൂ നടക്കാറ് മിക്കപ്പോഴും ജനുവരി തൊട്ടാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്കും റിസൾട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഓൾറെഡി വന്നു. അങ്ങനെയാണ് ഇതിലൊരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ 1 വർഷത്തെ പ്രിലിംസ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇനി 1 വർഷം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കണം. അത്രയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം നിങ്ങൾ പ്രിലിമിനറി പാസ്സായി, മെയിൻ എക്സാമും പാസ്സായി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല, ഫെയിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, നിങ്ങളിനി ഒന്നേം തൊട്ട് പ്രിലിംസ് എഴുതി തുടങ്ങണം, പ്രിലിമിനറി എക്സാം എഴുതി തുടങ്ങണം അടുത്ത വർഷത്തെ അറ്റംപ്റ്റിൽ. അപ്പം കുറച്ചൊരു നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ട് നൽകുന്നൊരു കാര്യമാണ് ഈ എക്സാം, UPSC സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ. ഇത് പ്രിപ്പയർ ചെയ്ത ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളൊരു കാര്യം അതായിരിക്കും. മനസ്സിന് നല്ല കരുത്തുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഇതിലോട്ട് പോയാൽ മതി എന്നുള്ളൊരു കാര്യം അവർ പറയും. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടൊരു കാര്യം, ഞാൻ പഠിച്ചത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ബാക്കി എല്ലാവരെയും പോലെ പ്ലേസ്മെൻറ്റ് കിട്ടി നല്ല കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് തുടങ്ങി. ബാംഗ്ലൂരും മുംബൈയിലും ഡൽഹിയിലൊക്കെ ആയിട്ട് നല്ല ജോലി ചെയ്തു തുടങ്ങി, കോർപ്പറേറ്റ് ജോബ്സ് ചെയ്തു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം മനുഷ്യന്മാരുടെ ഒരു സവിശേഷമായ സുവിശേഷത എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും ആൾക്കാരായിട്ട്. ഞാൻ ഇവിടെയാണ്, അവൻ അവിടെയാണ്, അല്ലെങ്കിൽ അവനത് നേടി ഞാനത് നേടിയില്ല. ഈ കമ്പാരിസൺ നമ്മൾ ചെയ്യും ഇല്ലേ. അപ്പം നാച്ചുറലി ഞാനും ചെയ്യും. എൻ്റെ കൂട്ടുകാരൊക്കെ ലക്ഷക്കണക്കിന് സാലറി ഓൾറെഡി വാങ്ങുന്നുണ്ട്, ഞാനിപ്പോഴും സാലറി ഒന്നും വാങ്ങാതെ വെറുതെ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു കമ്പാരിസൺ വരും. അതാണ് ഒരു മേജർ ചലഞ്ച്. അപ്പം മിക്ക ആൾക്കാരും ചെയ്യാറ്, UPSC സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പം ആരോടും പറയില്ല, ഫ്രണ്ട്സിനോട് പറയില്ല, നാട്ടുകാരോട് പ്രത്യേകിച്ച് പറയില്ല. സൈലൻ്റായിട്ട് ഒന്നൊരു തിരുവനന്തപുരം പോവും, അല്ലെങ്കിൽ ഡൽഹി പോവും, പ്രിപ്പയർ ചെയ്യും. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എൻ്റെ വല്ല PG ചെയ്യുകയാണെന്നോ
അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകാൻ എന്തെങ്കിലും പഠിക്കുവാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകും. കാരണം ഇതിനകത്ത് റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്താലും കുറച്ച് പേർക്ക് ഇത് കിട്ടുള്ളൂ എന്നുള്ള കാര്യമുള്ളതുകൊണ്ട് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ മിക്കപ്പോഴും ഇങ്ങനെ പറയാതിരുന്നിട്ടൊക്കെയാണ് പോവാറ്. ഇങ്ങനൊരു ചലഞ്ച് അതിനകത്തുണ്ട്. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഒരു നമുക്ക് എന്ത് തോന്നും, ഇപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു സാധനമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അവരത് ചെയ്യുന്നു, ഞങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനം, ഞാൻ എൻ്റെ വീട് ഉദുമയിലാണ്. ഇപ്പോൾ പാലക്കുന്ന് ഭരണി ഉത്സവം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. പാലക്കുന്നൊരു വലിയ ഉത്സവമാണ് ഭരണി ഉത്സവം, എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പം എനിക്ക് ഈ പ്രിപ്പറേഷൻ സമയത്ത് ഒരിക്കലും ഈ ഉത്സവം കൂടാൻ പറ്റാറില്ല. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറ് എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിന് പോകുന്നുണ്ട്, എനിക്കൊന്നിനും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഒരു അറ്റ്മോസ്റ്റ് ഡെഡിക്കേഷൻ വേണ്ട ഒരു സാധനമാണ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് നിന്ന് അങ്ങനെ ഒരുപാട് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഒന്നാമത്തെ ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫെയിലിയറിനോട് അഡാപ്റ്റ് ആവണം. തോൽവികൾ ഇതിനകത്ത് സംഭവിക്കും. ഇപ്പം ചില ആൾക്കാരുണ്ട്, ഇപ്പം എൻ്റെ കാര്യം തന്നെ അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും തോറ്റിട്ടില്ല. സ്കൂളിലാണെങ്കിലും തോറ്റിട്ടില്ല, കോളേജിലാണെങ്കിലും ഒരു പേപ്പർ പോലും നമ്മൾ തോറ്റിട്ടില്ല. അങ്ങനെ ഒരിക്കലും തോക്കാതെ വന്ന് UPSC പ്രിപ്പയർ ചെയ്യുന്നു, പഠിക്കുന്നു, പ്രിലിംസ് എഴുതുന്നു, തോറ്റു. അപ്പോൾ എന്ത് പറ്റും? ഇതുവരെ തോൽവി നേരിട്ട് ശീലമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു എക്സാം എഴുതി തോക്കുമ്പം സ്വാഭാവികമായിട്ട് മാനസികമായിട്ടൊരു സമ്മർദ്ദം ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഫെയിലിയറിനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ നേരിടാൻ പറ്റുന്ന ഒരു മനക്കരുത്തുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്തിനു ചെയ്യേണ്ടത്, ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ ഒരുപാട് ഇതിൻ്റെ സങ്കടങ്ങളും സ്ത്രീകളും പറഞ്ഞിട്ട് വിഷമിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഓഡിയൻസ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും സിവിൽ സർവീസ് താല്പര്യം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വായിക്കാം, ന്യൂസ് പേപ്പർ വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു അവയർനെസ്സാണ് അവർ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. പറ്റുവാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനുള്ളൊരു ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ന്യൂസ് വായിക്കുക. അതിങ്ങനെ പാസീവായിട്ട് വായിക്കാതെ എന്ത് ചെയ്യുക, ഒരു കാര്യം നടക്കുന്നു, ആ കാര്യത്തിനെ പറ്റി നമ്മൾ ന്യൂസ് വായിക്കുന്നു, നമ്മൾ ആലോചിക്കുക അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ ഇത് ശരിയാക്കി എടുക്കാം. ആ ഒരു രീതിയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു വായന, ആക്റ്റീവ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം അതുവഴി നമ്മൾ എന്താവും, നമുക്ക് അവയർനെസ്സും കിട്ടും, നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ലും ഡെവലപ്പാവും. നമ്മൾ നന്നായിട്ട് കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു തുടങ്ങും. എന്തുകൊണ്ട് ഈ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിൽ എപ്പോഴും ജനറേറ്റ് ചെയ്ത് വരും. ചെറിയ കുട്ടികൾക്ക് ഓൾറെഡി അത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇത് ഇപ്പം എൻ്റെ ചേച്ചിയുടെ കുറച്ച് 6 വയസ്സുള്ളൂ. അവൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ്. ജനറലി കുട്ടികൾക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അവരെന്ത് നടന്നാലും ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മളിങ്ങനെ ഗ്രാജുവലി വളർന്നു വരുമ്പം നമ്മൾ ഈ ക്യൂരിയോസിറ്റി സപ്രസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യൂരിയോസിറ്റി തീരെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ UPSC പ്രിപ്പറേഷനോട്ട് വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെറുപ്പത്തിൽ ആ ക്യൂരിയോസിറ്റി ഒന്ന് റിവൈവ് ചെയ്തെടുക്കണം. നമ്മൾ പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ, അങ്ങനെ ആ ചോദ്യങ്ങൾ നമ്മൾ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്, പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം എന്താ, അവർ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിസൈസായിട്ട് ഒരുപാട് ബബ്ബ അടിക്കാതെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റണം. ഒരു കാര്യം ചോദിക്കുന്നു, അവർ ആടിനെ പറ്റി ചോദിക്കുമ്പം ആടിനെ തെങ്ങിക്കെട്ടി തെങ്ങിനെ പറ്റി പറഞ്ഞൊരു കാര്യമില്ല. കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിസൈസായിട്ട് ഉത്തരം പറയാൻ പറ്റണം. അപ്പോൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, നമ്മൾ സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഡിബേറ്റിംഗ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പ്രസംഗ മത്സരങ്ങളുണ്ടെങ്കിൽ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ സ്റ്റേജിൽ വന്നിരുന്ന് സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യുക. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്കൂളിലൊക്കെ എന്തെങ്കിലും ചാൻസസ് കിട്ടും, അല്ലെങ്കിൽ കോളേജിലൊക്കെ എന്തെങ്കിലും ചാൻസസ് കിട്ടുമ്പോഴൊക്കെ സ്റ്റേജിൽ കയറുക. ആൾക്കാരെന്ത് വിചാരിക്കാതെ, അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ കളിയാക്കുന്നു എന്നും വിചാരിക്കാതെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു കാര്യം, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ എസ്സേസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. എഴുത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ നല്ല ക്ലാരിറ്റി ഉള്ള ഒരാളായിരിക്കും, നമുക്ക് നന്നായിട്ട് ആലോചിക്കാൻ പറ്റും. ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കും.
പക്ഷേ എഴുതുന്നത് ഒരു ഡിഫറൻറ്റ് സ്കില്ലാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് എഴുതിക്കൊള്ളണമെന്നില്ല, നന്നായിട്ട് എഴുതുന്ന ഒരാൾ നന്നായിട്ട് സംസാരിച്ചോളണമെന്നില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? UPSC എക്സാം ക്ലിയർ ചെയ്യാൻ രണ്ടും വേണം. നന്നായിട്ട് സംസാരിക്കാനും അറിയണം, നന്നായിട്ട് എഴുതാനും അറിയണം. അപ്പം ഈ essay കോമ്പറ്റീഷൻ എഴുതുക, അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ essay സെമിനാറും അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല എഫേർട്ട് ഇട്ട് തന്നെ എഴുതുക, ആ ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് എഴുതുമ്പം അതിൽ ഒരു വലിയ ചലഞ്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യം നല്ല ലാംഗ്വേജിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ എക്സാം എഴുതുമ്പം ആർട്ടിക്കുലേഷനിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, സെൻറ്റൻസ് ക്രിയേഷനിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. essay എഴുതുമ്പം തോട്ട്സ് ഓർഗനൈസ് ആയിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്കില്ലും ഇപ്പം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ഒന്ന് essay റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ എന്തായിരുന്നു, ന്യൂസ് പേപ്പർ വായിക്കുക, ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ എക്സാമിൽ വലിയൊരു ഭാഗം ക്വസ്റ്റ്യൻസും നേരിട്ട് വരുന്നത് NCERT ടെക്സ്റ്റ് ബുക്സിൽ നിന്നാണ്. 6ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് മേജറായിട്ട് വരുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, സ്കൂളിൽ നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, NCERT പാഠങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ബുക്സ് നന്നായിട്ട് പഠിക്കുക. എക്സാമിന് പഠിക്കുമ്പം ഒരു മനസ്സിലാക്കി പഠിക്കുക. കുറേ കൂടെ എക്സാമിന് ചുമ്മാ എഴുതാൻ വേണ്ടി മാത്രമല്ലാതെ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് റീകലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം, NCERT പഠിക്കുക. ഓക്കെ, അപ്പം 6 തൊട്ട് +2 വരെയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, ഈ 4 വിഷയങ്ങളിലെ NCERTs കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഭാവിയിൽ പ്രിപ്പയർ ചെയ്യാം, UPSC അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, പിന്നെ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എന്താ പറയേണ്ടതെന്നുള്ള കാര്യം. ഈ എക്സാമിനെ പറ്റിയാണ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ പലരും ഒരുപാട് അറ്റംപ്റ്റ്സ് എടുത്തിട്ടാണ്, വർഷങ്ങളുടെ എഫേർട്ടിലാണ് ഇത് ക്ലിയർ ചെയ്യാറ്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പം ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത്, ഈ സക്സസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും സക്സസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അല്ല. സക്സസ് പല ബോറിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ടാണ് സക്സസ് വരുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഞാൻ 1ാമത്തെ അറ്റംപ്റ്റ് പഠിച്ചപ്പം പഠിച്ച അതേ ബുക്ക് തന്നെയാണ് 6ാമത്തെ അറ്റംപ്റ്റ് പഠിച്ചപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ സെയിം ബുക്ക് തന്നെ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നല്ല മടുപ്പ് തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല സക്സസ് ഉള്ളത്. സെയിം ബോറിംഗ് ആയിട്ടുള്ള കാര്യം പിന്നെയും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതിലാണ് ഈ എക്സാമിൻ്റെ കാര്യത്തിൽ സക്സസ് ഉള്ളത്. അപ്പം നമ്മൾ ആ സക്സസ് ബോറിംഗ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ബോറടിക്കും, പക്ഷേ ബോറടിച്ചേ പാസ്സാവുള്ളൂ. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഇതിൻ്റെ സിലബസ് ഭയങ്കര വലുതാണ്. നമ്മളിപ്പം UPSC സിലബസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് കിട്ടും. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ഈ സിലബസിനകത്ത് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരിക്കലും ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമിന് മുമ്പായിട്ട് 100% കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് എഴുതുന്ന ഒരാൾ പോലും ഇന്ത്യയിൽ ഉണ്ടാവില്ല. പറ്റില്ല, കാരണം അത്രയും വലുതാണ് ഈ സിലബസ്. അപ്പം ചില ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. മെഡിക്കൽ കണ്ടീഷനാണ്, എന്തൊരു പേരുണ്ട്, ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ, OCD എന്ന് വിളിക്കും. അപ്പം ചില കാര്യങ്ങൾ, ഇപ്പം ആ ഒരു കസേര അത് ഒന്ന് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. എന്താ ചെരിഞ്ഞിരിക്കുന്നത്, നേരാക്കി വെക്കാൻ തോന്നും. ചില ആൾക്കാർ വീട്ടിൽ ഇപ്പോൾ ചെരുപ്പൊക്കെ മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ ചെരുപ്പൊക്കെ നേരാക്കിയിട്ടാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ മനസ്സിന്. അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 100% പഠിച്ചിട്ടേ ഞാൻ എക്സാം എഴുതുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തോറ്റു. ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് ട്രിക്ക്. അതാണ് 2ാമത്തെ പോയിന്റ് ഈ എക്സാമിനെ പറ്റി. 3ാമത്തെ കാര്യം, എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ വെയിറ്റേജ് ഇല്ല ഇതിനകത്ത്. ഒരു 80% ചോദ്യം വരുന്നത് ഒരു 20% സബ്ജക്റ്റിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ സമയം കൊടുത്ത് ഒരേപോലെ പഠിച്ച് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ആ 20% സബ്ജക്റ്റ്, ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ആ 20% സബ്ജക്റ്റിന് കൂടുതൽ സമയം കൊടുത്ത് കൂടുതൽ പഠിക്കുക വേണ്ടത്. അപ്പം ആ 4 സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റി, ജോഗ്രഫി, എക്കണോമി, ഹിസ്റ്ററി, ഈ 4 മേജർ സബ്ജക്റ്റാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 3ാമത്തെ കാര്യം. അതായത് എല്ലാ സബ്ജക്റ്റും ഒരുപോലെ അല്ല, ഒരേപോലെ വെയിറ്റേജ് ഇല്ല. 4ാമത്തെ കാര്യം, ഇപ്പം ഈ UPSC കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇൻഡസ്ട്രിയാണ്. നമ്മൾ
അതിനകത്ത് എക്സ്പോഷർ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. തിരുവനന്തപുരത്ത് തന്നെ എല്ലാ വർഷവും പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, UPSC കോച്ചിങ് എന്ന് പറഞ്ഞിട്ട്. ഡൽഹിയിൽ ചില സ്ഥലങ്ങൾ ഇതിന് ഫേമസ് ആണ്. ഒരു ഓൾഡ് രാജേന്ദ്ര നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പോയാൽ അവിടെ കാണുന്ന എല്ലാ ആൾക്കാരും UPSC ആസ്പിരൻസ് ആയിരിക്കും, എക്സാം എഴുതുന്ന പിള്ളേരായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ UPSC മെറ്റീരിയൽ വിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവിടുത്തെ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് ഫോട്ടോസ്റ്റാറ്റത്തിൽ വിൽക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി, ഇത്രയും ഒരു ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഷോർട്ട് കട്ട് മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ 25 പേജുള്ള ബുക്ക് മാത്രം വായിച്ചാൽ മതി എന്നുകൊണ്ട് കുറേ പേര് ഈ ഷോർട്ട് കട്ട് മെറ്റീരിയൽസ് ഒരുപാട് ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഭയങ്കര അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ ഫെയിലിയർ മാത്രമായിരിക്കും. അപ്പം നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ടെക്സ്റ്റ് ബുക്കുകളെ ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അത് പഠിക്കണം, അത് പഠിക്കുക തന്നെ വേണം. ഈ ഷോർട്ട് കട്ട് മെറ്റീരിയൽസിൻ്റെ പുറകെ പോകരുത്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇപ്പം നിങ്ങളൊരു IAS ഓഫീസർ ആവാനാണ് പഠിക്കുന്നതെങ്കിൽ യു ഷുഡ് ബി ആക്ടിങ് ലൈക്ക് ആൻ IAS ഓഫീസർ. നിങ്ങളൊരു IAS ഓഫീസറിനെ പോലെ ആയിരിക്കണം പെരുമാറേണ്ടത്, അതിനാണ് പഠിക്കുന്നതെങ്കിൽ. അല്ലാതെ നമ്മളിപ്പം ഭയങ്കര ചൈൽഡിഷായിട്ട് പെരുമാറിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ചിട്ട പോലെ നമുക്ക് IAS ഓഫീസർ ആവാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്തായിരിക്കണം, നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കണം. ഇപ്പം നമ്മൾ ചുമ്മാ ഒരു എക്സാമിന് പഠിക്കുന്നതും ഒരു പ്രൊഫഷണലിനെ പോലെ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാർ, നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് തന്നെ ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവും. ജോലിയുടെ പ്രത്യേകത എന്താ? നമുക്ക് മൂഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ജോലിക്ക് പോകണം. രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യണം. പക്ഷെ സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് എനിക്ക് മൂഡില്ല, ഇന്ന് ഞാൻ പഠിക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായിട്ട് പഠിക്കണം? പ്രൊഫഷണലിനെ പോലെ പഠിക്കണം. ഒരു ജോലി ചെയ്യുന്ന പോലെ നിങ്ങൾ പഠിക്കണം. മൂഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസം എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബി എ പ്രൊഫഷണൽ. അതാണ് അടുത്ത ഒരു പോയിന്റ് ഉള്ളത്. ആറാമത്തെ ഒരു പോയിന്റ്, ഇതൊരു ലോങ് ജേണിയാണ്. ഇപ്പോൾ ഈവൻ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കാം. എന്നാൽ പോലും ഇതൊരു 2 വർഷത്തെ ജേണിയാണ്. 1 വർഷത്തെ പ്രിപ്പറേഷൻ, 1 വർഷത്തെ എക്സാം, അങ്ങനെ എല്ലാം കൂടി ഒരു 2 വർഷത്തെ പ്രിപ്പറേഷനാണ്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കൂട്ടുകെട്ട്. നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ എത്രമാത്രം സപ്പോർട്ടീവ് ആണ് എന്നുള്ളത്. നിങ്ങൾ തിരുവനന്തപുരത്തോട്ടോ അല്ലെങ്കിൽ ഡൽഹിയിലോട്ടോ പഠിക്കാൻ പോകുന്നു, അവിടെ ചെന്ന് പെടുന്ന ഒരു കൂട്ടുകെട്ടുകൾ ചിലപ്പം കുറച്ച് എൻജോയ്മെൻ്റൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകെട്ടുകളാണെന്ന് വിചാരിക്കാം. അപ്പം അവർ എൻജോയ്മെൻ്റിൻ്റെ പിറകെ പോവും, നിങ്ങളും സ്വാഭാവികമായിട്ട് അവരുടെ പിറകെ പോവും. എന്താ വേണ്ടത് ശരിക്കും? കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള, നിങ്ങൾ തോറ്റു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സമാധാനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് കൂട്ടുകെട്ടുകളാണ് വേണ്ടത്. അപ്പം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചുണ്ടാക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ ഒന്നിച്ച് കൂട്ടുക, എന്നിട്ട് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുമ്പം നല്ല റിസൾട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും ഇപ്പോൾ ഓഫീസേഴ്സാണ്. ഒരാൾ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലാണ്, ഒരാൾ റവന്യൂ സർവീസിലാണ്, ഒരാൾ ഇൻഫർമേഷൻ സർവീസിലാണ്, ഒരാൾ IAS ആണ്. എനിക്കിപ്പോൾ IAS കിട്ടി. അപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നിച്ച് പഠിക്കുമ്പം അതിൻ്റെ എന്താവും, ഒരു റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ഈ കൺട്രോൾഡ് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്താ ഈ കൺട്രോൾഡ് ഫെയിലിയർ? അതായത് ഫെയിലിയർ നടക്കും, തോൽവികൾ ഉണ്ടാവും, പക്ഷെ അത് നമ്മുടെ കൺട്രോളിലാണ്. നമ്മൾ ആ തോൽവിയെ പ്രോപ്പറായിട്ട് ഉൾക്കൊള്ളുന്നു. നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എഴുതുന്നു. ശരിക്കുള്ള എക്സാമിന് മുമ്പ് കുറച്ച് മോക്ക് ടെസ്റ്റുകൾ എഴുതുമല്ലോ, മോഡൽ എക്സാം പോലെ മോക്ക് ടെസ്റ്റ് എഴുതുന്നു, അതിനകത്ത് മാർക്ക് കുറയുന്നു. അപ്പം അതൊരു ഫെയിലിയറാണ്. ഫെയിലിയർ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഫെയിലിയറാണ്. പക്ഷേ ആ ഫെയിലിയർ എന്തിനേക്കാളും നല്ലതാണ്? ശരിക്കുള്ള എക്സാമിന് തോറ്റ് 1 വർഷം കൂടി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് മോക്ക് ടെസ്റ്റ് ചെയ്ത് തോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഫെയിലിയർ നിങ്ങൾ ഉൾക്കൊള്ളുക. അതെങ്ങനെ ഉൾക്കൊള്ളുക? നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് മാർക്ക് കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? എങ്ങനെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് അനലൈസ് ചെയ്യുക, ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഉത്തരങ്ങൾ തെറ്റിയതെന്ന് അനലൈസ് ചെയ്യുക, ആ ഏരിയാസ് കുറേ കൂടി പഠിക്കുക, ആൻസർ കീസ് നോക്കുക. ഇതൊക്കെയാണ് കൺട്രോൾഡ് ഫെയിലിയർ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതായത് നമ്മൾ തോൽവി ഉണ്ടാകുന്നു, പക്ഷേ നമ്മളത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഏഴാമത്തെ പോയിന്റ്, കൺട്രോൾഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സിനെ ഉൾക്കൊള്ളുക. എട്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും സിമ്പിളായിട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ കോംപ്ലക്സ് ആക്കാൻ പറ്റും. നിങ്ങൾ എക്കണോമിക്സിന് പഠിക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് ചൂസ് ചെയ്യുന്നു, അത് പഠിക്കുന്നു, ഇഷ്ടമാവുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, നിങ്ങൾ അടുത്ത ബുക്കിലൂടെ ചാടുന്നു, പിന്നെയും അതും സാറ്റിസ്ഫൈ ആവുന്നില്ല, അടുത്ത ബുക്കിലൂടെ ചാടുന്നു. അപ്പോൾ എന്തായി? നിങ്ങളുടെ പ്രിപ്പറേഷൻ കോംപ്ലക്സ് ആയി.
ഇനി ഈ ഓൾ ഇന്ത്യ റാങ്ക് 1, 2 കിട്ടുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവർ ഒരേ ബുക്ക് 5 പ്രാവശ്യം വായിക്കും. നിങ്ങൾ 5 ബുക്ക് ഓരോ തവണ വായിക്കുമ്പം അവർ ഒരു ബുക്ക് 5 പ്രാവശ്യം വായിക്കും. അപ്പോൾ ആർക്കായിരിക്കും കുറേ കൂടി കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാവുക? ഈ ഒരേ ബുക്ക് 5 തവണ വായിച്ച ആൾക്കാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പ്രിപ്പറേഷൻ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക, കോംപ്ലക്സ് ആക്കാതെ. അതാണ് 8ാമത്തെ പോയിന്റ്. 9ാമത്തെ പോയിന്റ്, നമ്മളൊക്കെ എന്താണ്? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മെഷീൻസ് അല്ല. അപ്പം മെഷീൻസിൻ്റെ ഒരു കാര്യം എന്താ? ഇപ്പം മെഷീൻ ഒരു ടാസ്ക് കൊടുക്കുന്നു, മെഷീൻ ആ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, മെഷീൻ ആ ടാസ്കിൽ ഫെയിൽ ആവുന്നു. മെഷീൻ എന്ത് ചെയ്യും? ആ ടാസ്ക് ചെയ്യാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ അത് എന്ത് ചെയ്യില്ല, വിഷമിച്ചുകൊണ്ടിരിക്കില്ല. അയ്യോ ഞാൻ കഴിഞ്ഞ ടാസ്ക് ഫെയിലായി പോയല്ലോ. ഒരു ഇമോഷൻ ഇല്ല. പക്ഷെ മനുഷ്യന്മാർക്ക് എന്തുണ്ട്? ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മനുഷ്യന്മാരാണെന്നുള്ള കാര്യം ഉൾക്കൊള്ളുക. ഇമോഷൻസ് വരും, പേടി വരും, എക്സാം ആകുമ്പോൾ പേടി വരും, മോക്ക് ടെസ്റ്റിൽ മാർക്ക് പറയുമ്പോൾ സെൽഫ് ഡൗട്ട് ഫീൽ ചെയ്യും, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ഫീൽ ചെയ്യും, തോന്നലുണ്ടാവും, ചിലപ്പോൾ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇതൊക്കെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം ഉൾക്കൊള്ളുക. എന്ത് ചെയ്യുക? അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇത് അക്നോളജ് ചെയ്യുക. ഓക്കെ, എനിക്ക് പേടി തോന്നുന്നത് ഞാൻ മനുഷ്യനായതുകൊണ്ടാണ്, കുഴപ്പമില്ല, ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും പേടിയുണ്ട്. അങ്ങനെ ഒരു കാര്യം മനസ്സിൽ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. അതാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്, മെഷീൻസ് അല്ല. ആ കാര്യം ഓർത്ത് വെക്കുക. 10ാമത്തെ കാര്യം, അവസാനത്തെ ഒരു പോയിന്റ്, നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ വിശ്വസിക്കുക. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങും, എന്നിട്ട് നാളെ ഞാനൊരു 12 മണിക്കൂർ ഇന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ? ചിലപ്പോൾ നാളെ മാത്രം നടക്കുമായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മുന്നോട്ട് പോവില്ല. അപ്പോൾ എപ്പോഴും എന്താണ് സക്സസ് ആവുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് സക്സസ് ആവുക. ആദ്യം ചെറുതായിട്ടൊന്ന് പഠിച്ചു തുടങ്ങുക, പിന്നെ പതുക്കെ ഒരു വീക്ക് 2 വീക്ക് കഴിയുമ്പോൾ പതുക്കെ കൂട്ടുക. അങ്ങനെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഒറ്റയടിക്ക് നമ്മൾ 50 കിലോ ലിഫ്റ്റ് ചെയ്യുമോ? ഇല്ല. പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് മാത്രമേ നമ്മൾ ഇൻക്രീസ് ചെയ്യുള്ളൂ ലിഫ്റ്റിംഗ് ഒക്കെ. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഓരോ കാര്യത്തിലും. അപ്പം എക്സാമിൻ്റെ കാര്യമാണെങ്കിലും പഠിക്കുവാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കേണ്ട. ആദ്യം പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സാമിനെ പറ്റി കുറച്ച് അഡ്വൈസായിട്ട് എനിക്ക്, ഇൻസൈറ്റ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടിൽ നിർത്താമെന്നുള്ള രീതിയിൽ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കുറച്ച് എക്സ്പോഷറിൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ട്രെയിനിങ്, IASൻ്റെ ട്രെയിനിങ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ മസൂറി എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനിലാണ്. പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ വിനോദത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു ഹിൽ സ്റ്റേഷനാണ്. ഊട്ടി പോലെ ഒരു ഹിൽ സ്റ്റേഷനാണ് മസൂറി. കാണാൻ ഭയങ്കര ഭംഗിയാണ്, അടിപൊളി സ്ഥലമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാനും ഭയങ്കര ഭംഗിയാണ്. പണ്ട് തൊട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് വലിയ ക്യാമ്പസാണ്, ഭയങ്കര ഭംഗിയുള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ അതിൻ്റെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അക്കാഡമി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകും. ഒരു ഹിമാലയൻ സ്റ്റഡി ടൂർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹിമാലയം ട്രക്കിംഗ് ഒക്കെ കയറും. അവിടെ പോയിട്ട് ബോർഡർ ഏരിയാസിലുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യും. അവിടെ പോയിട്ട് ആർമി ജവാൻസിൻ്റെ കൂടെ താമസിക്കും. അവരുടെ കൂടെ ബങ്കറിലൊക്കെ നമ്മൾ ചിലപ്പോൾ താമസിക്കേണ്ടി വരും. അപ്പം അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹിമാലയൻ സ്റ്റഡി ടൂർ ഒരു 10-15 ദിവസം നീണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വില്ലേജ് വിസിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഏരിയയിലോട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ആ വില്ലേജ് ഏരിയയിലെ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറയും. ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ ആ ഒരു വില്ലേജിൻ്റെ മാപ്പൊക്കെ ഉണ്ടാക്കും റോഡിൽ. എന്നിട്ട് അവരോട് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറയും. സ്കൂൾ ഇവിടെയാണ്, ഹോസ്പിറ്റൽ ഇവിടെയാണ്, ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവർ പറയും ഡോക്ടർ വരാറില്ല, ഡോക്ടർ ഇല്ല എന്നൊക്കെ പറയും. സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ല, പിള്ളേർ വല്ലപ്പോഴും സ്കൂൾ വരാറുള്ളൂ. അപ്പം അങ്ങനെ ഇന്ത്യയിലെ വില്ലേജുകളിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്നത് ഭയങ്കര അടിപൊളി സെറ്റപ്പ് ഹോട്ടലൊന്നും ആയിരിക്കില്ല, വില്ലേജ് ഏരിയ ആണ്. അപ്പം നമ്മൾ മിക്കപ്പോഴും ചിലപ്പോൾ പഞ്ചായത്ത് ഓഫീസിലൊക്കെയും കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജ് ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഓഫീസിലേക്കും കിടന്നുറങ്ങുക. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 45 ദിവസത്തെ ഒരു എക്സ്പോഷർ വിസിറ്റ് ഉണ്ട്. അതിൻ്റെ പേര് ഭാരത് ദർശൻ എന്നാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ ഏരിയാസിലുള്ള സ്ഥലങ്ങൾ, ഇൻഡസ്ട്രീസ്, അങ്ങനെ പല പല കാര്യങ്ങളും വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതും ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നാണേലും ഇത് കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു സക്സസ്, നമ്മൾ സർവീസ് കയറി കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പോഷറും ട്രെയിനിങ് ഒക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഒരുപാട് എക്സ്പോഷർ കിട്ടും. നമുക്കിപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പല ഫീൽഡിൽ നിന്ന് ആൾക്കാർ, അതായത് IAS ഓഫീസേഴ്സ് മാത്രമല്ല, സീനിയർ IAS ഓഫീസേഴ്സ് ആയിരിക്കും കൂടുതൽ ക്ലാസ് എടുക്കുക.
പക്ഷെ അതുകൂടാതെ സ്പോർട്സ് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, സിനിമ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ ക്ലാസ് എടുക്കാൻ വരും. സ്പോർട്സ് ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ പുല്ലേല ഗോപിചന്ദ് ബാഡ്മിൻ്റൺ പ്ലെയറാണ്, പഴയ ബാഡ്മിൻ്റൺ പ്ലെയറാണ്, സാറ് ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. ഇംതിയാസ് അലി ഫിലിം ഡയറക്ടറാണ്, അറിയാവോ ഇംതിയാസ് അലി? ഹിന്ദി മൂവീസൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളി ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അപ്പം ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് പോസിബിളാണ് ട്രെയിനിങ് പീരീഡിൽ. അപ്പം ഈ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടോടുകൂടി എനിക്ക് ഇത് അവസാനിപ്പിക്കാനാണ് ആഗ്രഹം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. രാഹുൽ രാഘവൻ സാർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഞങ്ങൾക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒരു ഈ IAS ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഇനി എനിക്ക് സമയമുണ്ടോ, പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വെറുതെ ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഏത് സമയത്താണ് നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതും, അതേപോലെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രിലിംസും അതേപോലെ മെയിൻസും എത്ര നിങ്ങൾ അറ്റംപ്റ്റ് നടത്തി, അതിൽ ഏതെങ്കിലും ഫെയിലിയർ സംഭവിച്ചോ, ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, ഞാൻ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ISROയിൽ കയറണം, സയൻറ്റിസ്റ്റായിട്ട് കയറണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു, മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടെ വെച്ചിട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയറൊക്കെ ആയപ്പം തെർമോഡൈനാമിക്സും തെർമൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എഞ്ചിനീയറിംഗ് എനിക്ക് പറഞ്ഞ പണിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് തന്നെ, തേർഡ് ഇയർ സമയത്ത് തന്നെ ഞാനൊരു ആൾട്ടർനേറ്റീവ് കരിയറിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയിരുന്നു. അപ്പോഴും സിവിൽ സർവീസിനെ പറ്റി ആലോചിച്ചില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കരിയറിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയിരുന്നു. അപ്പം ഫോർത്ത് ഇയർ പഠിക്കുന്ന സമയത്ത് ഭയങ്കര റാൻഡമായിട്ട് എൻ്റെ അമ്മ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ബുക്ക് വാങ്ങി. ഈ ഹരികിഷോർ IAS സാറിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ടൈറ്റിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ബുക്കിൻ്റെ പേര് നിങ്ങൾക്കും IAS ആകാം അങ്ങനെ എന്തോ ആയിരുന്നു ബുക്കിൻ്റെ പേര്. അപ്പോൾ അത് റാൻഡമായിട്ട് വാങ്ങി എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ റാൻഡമായിട്ട് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ എക്സാം എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യം സംസാരിച്ചപ്പം സെയിം മൈൻഡ് സെറ്റുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് ഈ സിവിൽ സർവീസ് എക്സാം എഴുതാം എന്ന് താല്പര്യമുള്ള 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഈ ഫ്രണ്ട്സും കൂടെ കോളേജ് കഴിഞ്ഞ ഉടനെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി, ലേൺ IAS എന്ന് പറഞ്ഞിട്ട്. അവിടെ ജോയിൻ ചെയ്തു 1 വർഷത്തെ ഒരു കോഴ്സ് പഠിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രിലിമിനറി എക്സാം എഴുതി. പേടിയായിരുന്നു, നാച്ചുറലി ആദ്യമായിട്ടാണ് എഴുതുന്നത്, നല്ല പേടിയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അത് കിട്ടി, പ്രിലിമിനറി പാസ്സായി. മെയിൻ എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് നേരത്തെ പറഞ്ഞ സാധനം പിന്നെയും ബാധിച്ചു തുടങ്ങി. എൻ്റെ കൂട്ടുകാരൊക്കെ ഓൾറെഡി പ്ലേസ്മെൻറ്റ് കിട്ടി, ജോലി കിട്ടി, നല്ല പൈസ സമ്പാദിച്ചു തുടങ്ങി. എനിക്കാണെങ്കിൽ കയ്യിൽ പൈസയില്ല. ഞാനിപ്പോഴും വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് താമസിക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഗിൽട്ട് ഫീൽ ചെയ്തു മനസ്സിൽ. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങിയാലെന്നൊക്കെ ആലോചിച്ച് തുടങ്ങി. കുറച്ച് പേർക്ക് നമ്പറൊക്കെ കൊടുത്തു. ഞാൻ ട്യൂഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ട്, അവിടെ നിന്ന് ജീവിക്കാൻ കുറച്ച് പൈസ വേണമല്ലോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആലോചിച്ച് തുടങ്ങിയ സമയത്താണ് റിസൾട്ട് കിട്ടി, മെയിൻ എക്സാം കിട്ടി. അപ്പം പിന്നെ ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്പോഷർ കിട്ടും. ഈ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് മോക്ക് ഇൻ്റർവ്യൂസ്, തിരുവനന്തപുരത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് അവർ മോക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഏകദേശം ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. നമ്മൾ പോവും, അവർ ഒരു 5-6 പേരുണ്ടാവും, ചിലപ്പോൾ IAS ഓഫീസേഴ്സ് ഉണ്ടാവും അതിനകത്ത്. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫേസിൽ കൂടി കടന്നുപോയി. അതിനിടയ്ക്ക് എന്തോ വന്നു, കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നു, ഇൻ്റർവ്യൂ മാറ്റി വെച്ച് ഒരു 3-4 മാസത്തോളം ഇൻ്റർവ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു, മാറ്റിവെച്ചു കൊറോണ കാരണം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നാമത്തെ ഇൻ്റർവ്യൂ കിട്ടിയില്ല, ഫെയിലായി കഴിഞ്ഞിട്ട് അടുത്ത പ്രിലിംസിന് കുറച്ച് സമയം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ. അപ്പോൾ പഠിച്ച് എഴുതി, ആ പ്രിലിംസും പാസ്സായി. അടുത്ത മെയിൻസ് എഴുതി, പക്ഷേ ആ മെയിൻസ് കിട്ടിയില്ല, 3 മാർക്കിന് മെയിൻസ് മിസ്സായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3ാമത്തെയും 4ാമത്തെയും അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ വരെ പോയി, കിട്ടിയില്ല. 5ാമത്തെ അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ പാസ്സായി, IRS കിട്ടി, ഇന്ത്യൻ റവന്യൂ സർവീസ് കിട്ടി. അപ്പം ഇന്ത്യൻ റവന്യൂ സർവീസ് കയറിയിട്ട് ഞാൻ 1 വർഷത്തെ ലീവ് എടുത്തു. അങ്ങനെയാണ് 6ാമത്തെ അറ്റംപ്റ്റ് എഴുതുന്നത്.
6ാമത്തെ അറ്റംപ്റ്റ് IAS കിട്ടി. അതാണ് ഒരു ജേണി ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾ എത്രാം വയസ്സിലാണ് IASലേക്ക് നിങ്ങൾ എത്തുന്നത്? IASലേക്ക് 28ാമത്തെ വയസ്സിലാണ് ഇപ്പം എത്തിയത്. അതെ അതെ. അതേപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ച് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പല രൂപത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളും സ്പോൺസേഡ് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കാണാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പം നമ്മൾ ഈ സിവിൽ സർവീസ് റിസൾട്ട് വരുമ്പം സംഭവിക്കുന്നൊരു കാര്യം, കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാ റിസൾട്ടും ക്ലെയിം ചെയ്യും. ഇവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇവർ ഞങ്ങളുടെ അടുത്താണ് പഠിച്ചത് എന്നുള്ള രീതിയിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ക്ലെയിം ചെയ്യും ഒരുവിധം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റേജിൽ എത്തുമ്പം നമ്മൾ മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. നമ്മുടെ ഒരു സ്പീക്കിംഗ് എബിലിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടത്ത് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഞാനിപ്പോൾ ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സാകുമ്പം ഈ 6 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, ഇപ്പം ഞങ്ങളുടെ അടുത്താണ് പഠിച്ചത്, ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററിൽ പേരും ഫോട്ടോയും വരും. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ PCM കോഴ്സ്, അതായത് ആ 1 ഇയർ കോഴ്സ് പഠിച്ച് പാസ്സാവുന്ന എവിടെ നിന്നാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ PCM എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് കം മെയിൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്, 1 ഇയർ കോഴ്സാണ്. അത് പഠിച്ച് എവിടെ നിന്നാണോ പാസ്സാവുന്നത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒന്ന് ഐലേൺ IAS ആണ്, അവിടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഒരു ഫോർച്യൂൺ IAS എന്ന് പറഞ്ഞിട്ട് 2 ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലും PCM റിസൾട്ട്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. പിന്നെ ഡൽഹി പോവുകയാണെങ്കിൽ ഡൽഹിയിൽ ഇഷ്ടം പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഫ്രം ഓഡിയൻസിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നിങ്ങൾ ഈ പ്രിപ്പറേഷനൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഡീമോട്ടീവ് ചെയ്തിട്ടുണ്ടോ? ഇത് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് പറ്റിയില്ല, നിങ്ങൾ ഉപേക്ഷിച്ച് പറഞ്ഞോ പണിക്ക് പോയിക്കോ, അങ്ങനെ ഡീമോട്ടീവ് എന്നൊക്കെ വന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളൊരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഡീമോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ ഇരിക്കുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ നല്ല നിലയിലെത്തി. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വന്നത് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയായിരുന്നു. അവർ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം കുറേയൊക്കെ അവരെന്നെ ഷീൽഡ് ചെയ്തു. അവനിപ്പോൾ എന്ത് ചെയ്യുവാണ്, അല്ലെങ്കിൽ അവൻ എന്താ ജോലി കിട്ടാത്ത, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളല്ലാതെ ആരും നിനക്കത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊന്നും വന്നു പറഞ്ഞില്ല. എനിക്കൊന്ന് അതിനൊരു പ്രധാന കാരണം, ഞാൻ 1ാമത്തെ അറ്റംപ്റ്റ് തന്നെ ഇൻ്റർവ്യൂ വരെ പോയി. അപ്പോൾ എല്ലാവർക്കും തോന്നി ചിലപ്പോൾ ഇവൻ കിട്ടുമായിരിക്കും, ഇൻ്റർവ്യൂ വരെ പോയല്ലോ, ഇനിയിപ്പോൾ അതും കൂടി പാസ്സായാൽ മതിയല്ലോ, ആ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് നേരിട്ട് ആരും അങ്ങനെ ഡിമോട്ടിവേറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സ്റ്റഡി സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡി സർക്കിളിൽ നിന്നുള്ള ആൾക്കാർ നേരത്തെ ക്ലിയർ ചെയ്തു, 2022 ക്ലിയർ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. അപ്പം നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർക്ക് കിട്ടി, നമുക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സങ്കടം ഉണ്ടാവും. അപ്പം സങ്കടം വരുമ്പോൾ കരഞ്ഞു തീർത്തു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചും ചെയ്തില്ല. മെൻ്റലി ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ് ജനറലി. അതുകൊണ്ട് ഒരു 1-2 ദിവസത്തെ സങ്കടം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് റിക്കവർ ചെയ്ത് പിന്നെയും പഠിച്ചു തുടങ്ങാൻ പറ്റും. ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. സാറേ, ഇനി തമിഴ്നാടാണ് പോസ്റ്റിംഗ് എന്നറിയാൻ പറ്റി. അവിടെ ജോയിൻ ചെയ്താൽ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയാമോ? ഇതൊരു ഭയങ്കര ടിപ്പിക്കൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു റിയലിസ്റ്റിക് പേഴ്സൺ ആണ്, തീരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. ഞാനിത് അവിടെ പോയാൽ മലമുറയ്ക്കും അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല സത്യം പറഞ്ഞാൽ. സോറി ടു ഡിസപ്പോയിൻറ്റ് യു. ഞാൻ കുറച്ചും കൂടി റിയലിസ്റ്റിക്കാണ്. ഞാൻ അവിടെ പോവും,
അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. നമ്മൾ പല സ്ഥലങ്ങളിലെയും പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലെ ജീവിത രീതികളും ആൾക്കാരുടെ പെരുമാറ്റങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. കേരളം പോലെ ആവണമെന്നില്ല എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ഈവൻ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഏത് ജില്ലയാണോ കിട്ടുന്നത് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 2 ഏരിയ, ഒന്ന് ഹെൽത്തും എഡ്യൂക്കേഷനുമാണ്. കാരണം അതിൻ്റെ ഈ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും പണ്ടത്തെ ലീഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനറേഷനാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ പണ്ടോട്ടേയുള്ള എല്ലാ ഗവൺമെൻറ്റും, LDF ആണെങ്കിലും UDF ആണെങ്കിലും എല്ലാ ഗവൺമെൻറ്റും ഹെൽത്തിലും എഡ്യൂക്കേഷനിലും കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് എവിടെ പോയാലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുള്ളത് മലയാളികൾക്ക്. അപ്പം അതിപ്പം എനിക്ക് തമിഴ്നാട് കിട്ടി, വേറെ എവിടെ കിട്ടിയിരുന്നാലും എൻ്റെ ഒരു മെയിൻ ഫോക്കസ് ഈ 2 കാര്യങ്ങളായിരിക്കും, എഡ്യൂക്കേഷനും ഹെൽത്തും. സ്കൂളിൻ്റെ കണ്ടീഷൻസ് ഞാൻ പരിശോധിക്കും, മാക്സിമം എങ്ങനെ അത് നന്നാക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കും. ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, അതുപോലത്തെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും ജനങ്ങൾ പൊതുവേ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസിക നില. ചിലപ്പം പോകുന്ന ജില്ലയിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, കുടിവെള്ള പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തും ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു താങ്ക് യു. പ്രിപ്പറേഷൻ്റെ സമയത്ത് ക്വാളിഫയിങ് പേപ്പറും ഈ റാങ്കിലേക്ക് എടുക്കുന്ന പേപ്പറും തമ്മിൽ വ്യത്യാസം. പ്രിപ്പറേഷൻ സമയത്ത് ഈ ക്വാളിഫയിങ് പേപ്പറും റാങ്കിൽ വരുന്ന പേപ്പേഴ്സും തമ്മിൽ അതിൽ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, രണ്ടും തമ്മിൽ ഒരേപോലെ പഠിക്കണോ അതോ പഠിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണ്? കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് എക്സാമിനെ പറ്റി. അതായത് ഇപ്പം പ്രിലിമിനറി എക്സാമിനകത്ത് ഞാൻ പറഞ്ഞു 2 പേപ്പറാണുള്ളത്, ജനറൽ സ്റ്റഡീസ് 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് 2. അപ്പോൾ ഈ 2ാമത്തെ പേപ്പർ ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. അതിനകത്ത് 200-ൽ 66.66 മാർക്ക്, അതായത് 33.33% മാർക്ക് കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈ ആവും. അങ്ങനെ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ മാർക്ക് അവർ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അതനുസരിച്ചാണ് നമ്മൾ പാസ്സായോ ഫെയിൽ ആവുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പേപ്പറിനകത്താണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പേപ്പറിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, ഹിസ്റ്ററി ഇങ്ങനത്തെ ടോപ്പിക്സ് വരുന്നത്. 2ാമത്തെ പേപ്പറിൽ വരുന്നത് ഇംഗ്ലീഷിൽ റീഡിങ് കോംപ്രഹെൻഷനും മാത്സുമാണ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് സ്കില്ലൊക്കെയാണ്. അപ്പം ഈ ഇംഗ്ലീഷിൽ റീഡിങ് കോംപ്രഹെൻഷനും മാത്സൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ 2ാമത്തെ പേപ്പറിന് അത്രയും സമയം കൊടുക്കണമെന്നില്ല. കാര്യം അതിൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്നില്ല, അതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആ മാക്സിമം സമയം ഈ ബാക്കിയുള്ള സബ്ജക്ട്സിന് കൊടുക്കാൻ പറ്റും. ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി അങ്ങനെ സബ്ജക്ട്സിന് കൊടുക്കാൻ പറ്റും. ഇനി ഈ ഇംഗ്ലീഷിലും മാത്സിലൊക്കെ വീക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടി സമയം ഇതിനും ഈക്വലായിട്ട് 2 പേപ്പറിന് സമയം കൊടുക്കേണ്ടി വരും. അതാണ് കാര്യം. ഇനി മെയിൻ എക്സാമിലോട്ട് വരുവാണെങ്കിൽ അതിനകത്ത് 9 പേപ്പറിനകത്ത് 7 പേപ്പർ മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ആഡ് ചെയ്യുന്നത്. 2 പേപ്പേഴ്സ് ക്വാളിഫയിങ് പേപ്പറാണ്. അതിനകത്ത് 1 ഇംഗ്ലീഷാണ്, 1 റീജിയണൽ ലാംഗ്വേജ് ആണ്. അപ്പം നമ്മുടെ കാര്യത്തിൽ മലയാളം, അപ്പോൾ ഇംഗ്ലീഷും മലയാളമാണ് ആ പേപ്പേഴ്സ്. പക്ഷേ അത് റിലേറ്റീവ്ലി സിമ്പിളാണ്. നമ്മളങ്ങനെ കാര്യമായിട്ട് പഠിക്കാതെ പോയാലും അത് പാസ്സാവാൻ പറ്റും. അതിനകത്ത് 25% മാർക്ക് കിട്ടിയാൽ പാസ്സാവും. 300-ൽ 25% പറയുമ്പോൾ എത്ര മാർക്കാവും? 75 മാർക്ക് മതി. അപ്പോൾ അത്രയും മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പാസ്സാവും. അപ്പം അതിനത്രയും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. പക്ഷേ പ്രിലിംസിൻ്റെ കാര്യത്തിൽ നമ്മൾ മാത്സിലും ഇംഗ്ലീഷിലും വീക്കാണെങ്കിൽ അതിനകത്ത് കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ മാക്സിമം ശ്രദ്ധ ബാക്കി ഈ മാർക്ക് ആഡ് ചെയ്യുന്ന പേപ്പേഴ്സിൽ വേണം ശ്രദ്ധിക്കാൻ. നമ്മുടെ ഈ സെഷൻ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. രാഹുൽ രാഘവൻ സർ IAS വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ അദ്ദേഹത്തിൻ്റെ പഠനവും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. രാഹുൽ സാറ് നമ്മൾ ഈ ജുസൈൻ വേദിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം, രാഹുൽ സാർ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു IAS നേടി എന്നുള്ളൊരു ഇൻസ്പിറേഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അങ്ങനെ രാഹുൽ രാഘവൻ സാറ് തന്നെ ഇവിടേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് IAS നേടാൻ കഴിയുമെന്നുള്ളതും ഫെയിലിയർ സംഭവിക്കുന്ന സമയത്ത് തോറ്റുകൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്വപ്നങ്ങൾ നമുക്ക് പൂവണിയാൻ കഴിയുമെന്നുള്ള വലിയൊരു സന്ദേശമാണ്
നമ്മൾ ഇതിലൂടെ രാഹുൽ രാഘവൻ സാർ IAS ഇവിടെ നൽകിയിട്ടുള്ളത്. അതേ രൂപത്തിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ വളരാനും വിജയിക്കാനും തയ്യാറാവണമെന്നും പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.